കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ റസ്റ്റിക് ഫിനിഷുള്ള ആ കോർട്ട്യാർഡ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കിൽ ജാലി വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഇത് സുരഭിയിൽ നിന്ന് എടുത്ത സിംപോളോടെ റസ്റ്റിക് സ്റ്റോൺ ഫിനിഷുള്ള ടൈലാണ്. അതിനെ പെയർ ചെയ്ത് ഒരു വാം ടോണിലുള്ള ഒരു ഷാൻലിയറും അവർ കൊടുത്തിട്ടുണ്ട്. അത് അപ്പോൾ ഒരു ഫ്രഷ് ആൻഡ് കോസി അല്ലെങ്കിൽ ഒരു എലഗൻ ലുക്ക് ഈ കോർട്ട്യാർഡിന് അങ്ങനെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഈ കോർട്ട്യാർഡിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ഒരു ബെഡ്റൂമിലേക്ക്, വൺ ഓഫ് ദി ബെഡ്റൂംസ് ഇൻ ദ ഹൗസ്. അവിടെയും ഈ ഗ്ലാസ് പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട്. ഏബർ എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസ് ചെയ്തെടുക്കാം. കാരണം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ആ ഒരു വുഡൻ ഫിനിഷ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് MS പൈപ്പിൽ ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ MS പൈപ്പിൻ്റെ മേലെ നമ്മൾ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്നതാണ്. അത് നമ്മുടെ ടെക്നോ ഫ്യൂച്ചർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ റിജിഡ് ഡിസൈൻസ് അല്ലാതെ ഒരു കർവ് ഡിസൈൻ എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ അടിയിലത്തെ സ്പേസ് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും, അതിനെ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു ഡെസ്ക്ടോപ്പ് ടേബിൾ പോലെ അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതൊരു മൾട്ടിപർപ്പസ് യൂസേജിനും അത് കേപ്പബിൾ ആണ്. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് കിട്ടുന്നത് വിശ്വസിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കോട്ടും വാർഡ്രോബും എല്ലാം സോളിഡ് വുഡിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമ്മൾ നേരെ നോക്കുമ്പോൾ നമ്മൾ ഈ വിൻഡോ കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സ്റ്റീരിയറിനോട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു വിൻഡോ സ്റ്റൈലാണ് ഇവിടെ ഫോളോ ചെയ്തേക്കുന്നത്. കാരണം സാധാരണ നമ്മൾ സിമെട്രിക്കലായിട്ടുള്ള വിൻഡോസ് ഫോളോ ചെയ്യാണ്ട് പുറത്തെ ആ ബോക്സ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ എക്സ്റ്റീരിയറിൻ്റെ ശരിക്കും കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഡിസൈൻ എലമെൻറ്റ് വിൻഡോയിലൂടെ അവർ കോംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഇനി